നമസ്കാരം. ദൈവം അനന്തനാണ് അല്ലേ? എന്നാൽ നമ്മളോ, ഈ ഭൂമിയിലെ മനുഷ്യർ പരിമിതരും. അപ്പോൾ എങ്ങനെയാണ് ഈ അനന്തമായ ഒന്നും പരിമിതമായ ഒന്നും തമ്മിൽ ബന്ധപ്പെടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒന്നാലോചിച്ച് നോക്കൂ, രൂപമോ അതിരുകളോ ഇല്ലാത്ത അനന്തമായ ഒന്നിനെ ഈ ഭൗതിക ലോകവുമായി, അതായത് നമ്മളുമായി എങ്ങനെയാണ് നേരിട്ട് സംസാരിക്കാൻ കഴിയുക? അത് സാധ്യമാണോ? ഈ ഒരു വലിയ ആശയക്കുഴപ്പത്തിന് നമ്മുടെ ഉറവിടം നൽകുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രശ്നത്തെ നമുക്കൊരു ദൈവീക ധർമ്മസങ്കടം എന്ന് വിളിക്കാം, അല്ലേ? കാരണം ഒരു വശത്ത് ദൈവം എല്ലാമുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. മറുവശത്ത് ദൈവത്തിന്റെ മഹത്വം മനുഷ്യർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഈ രണ്ട് സത്യങ്ങളെയും നമ്മൾ എങ്ങനെ ഒരുമിച്ച് മനസ്സിലാക്കും? നമ്മുടെ ഉറവിടം പറയുന്നതനുസരിച്ച് പ്രശ്നം വളരെ ലളിതമാണ്. അനന്തമായ ഒന്നിനെ നേരിട്ട് കണ്ടാൽ പരിമിതമായ ഒന്നിനെ നിലനിൽക്കാൻ കഴിയില്ല, അതില്ലാതായി പോകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു സാധാരണ ബൾബിലേക്ക് ഹൈ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിട്ടാൽ എന്താ സംഭവിക്കുക? അത് പൊട്ടിത്തെറിക്കും, താങ്ങാൻ കഴിയില്ല. ഏകദേശം അതുപോലെ ഒരു കാര്യമാണ് ഇവിടെയും. അതുകൊണ്ടുതന്നെ നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ച അസാധ്യമാണ്. അപ്പോൾ നേരിട്ട് പറ്റില്ലെങ്കിൽ പിന്നെന്താ വഴി? ദൈവം മനുഷ്യരുമായി സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് നമ്മുടെ ഉറവിടം ഒരു കിടിലൻ പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഇടനിലക്കാരൻ, അതായത് ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. ദൈവം ഭൂമിയെ ഭരിക്കുന്നത് തന്റെ ഒരു പ്രതിനിധിയിലൂടെയാണ്. ഇതിൽ എല്ലാമുണ്ട്. ദൈവം നേരിട്ടല്ല, മറിച്ച് ഒരു ഏജന്റ് വഴിയാണ് തന്റെ കാര്യങ്ങൾ നടത്തുന്നതാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു ആശയമാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഉദാഹരണം നമ്മുടെ ഉറവിടം തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പ്രധാനമന്ത്രിയെ പോയി കാണുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ നമ്മുടെ വാർഡിലെ മെമ്പറെയോ MLAയെയോ ആണ് കാണുന്നത്. അതുപോലെ ദൈവീക കാര്യങ്ങൾക്കായി മനുഷ്യർക്ക് സമീപിക്കാൻ ഒരു പ്രതിനിധി വേണം. ഈ പ്രതിനിധിയെ വിളിക്കുന്ന പേരാണ് ഖലീഫ. ഇതൊരു അറബി വാക്കാണ്. ഇതിന്റെ അർത്ഥം പ്രതിനിധി എന്നോ പിൻഗാമി എന്നോ ഒക്കെ പറയാം. പക്ഷേ ഇവിടെ അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരർത്ഥമുണ്ട്. ദൈവികമായ ആത്മാവിനെ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രം, ആ ദൈവിക സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ. ശരി, അപ്പോൾ ഒരു പ്രതിനിധിയുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ആ സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദമായി മാറുന്നത്? ഇവിടെയാണ് പരിശുദ്ധാത്മാവ് എന്ന ആശയം വരുന്നത്. പ്രാതിനിധ്യം എന്നതിന്റെ യഥാർത്ഥ രീതി ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉള്ളത്. ആ പ്രതിനിധി, അതായത് ആ പാത്രം, ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിനും വിശക്കും, ദാഹിക്കും, ഉറങ്ങും. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദൈവിക ആത്മാവാണ് അതിനെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ട് പ്രാധാന്യം പാത്രത്തിനല്ല, അതിനുള്ളിലെ ഉള്ളടക്കത്തിനാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമ്മുടെ ഉറവിടം പറയുന്ന ഒരു കിടിലൻ ഉപമയുണ്ട്. സൂര്യന്റെ ഉപമ. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ സൂര്യൻ എന്നത് കേവലനായ ദൈവമാണെന്ന് വെറുതെ സങ്കൽപ്പിക്കുക. അതിന്റെ രശ്മികളാണ് പരിശുദ്ധാത്മാവ്. സൂര്യൻ നേരിട്ട് ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഭൂമി കത്തിച്ചാമ്പലാകും. പക്ഷേ സൂര്യന്റെ രശ്മികളോ, അത് ഭൂമിക്ക് ജീവനും ഊർജവും നൽകുന്നു. അതുപോലെയാണിതും. അതായത് സൂര്യരശ്മി സൂര്യനല്ല, പക്ഷേ സൂര്യന്റെ ശക്തിയും വെളിച്ചവും അതിലുണ്ട്. അതുപോലെ പ്രവാചകൻ ദൈവമല്ല, പക്ഷേ ദൈവത്തിൽ നിന്നുള്ള സന്ദേശവും മാർഗനിർദ്ദേശവും വഹിക്കുന്ന ആളാണ്. രശ്മികളിലൂടെയാണ് നമ്മൾ സൂര്യന്റെ ചൂടറിയുന്നത്. അതുപോലെ പ്രതിനിധിയിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അറിയുന്നത്. ഇനി ഇതൊരു ടെക്നിക്കലായ രീതിയിൽ ചിന്തിച്ചാലോ? അതിനും ഒരു ഉദാഹരണമുണ്ട്. ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ. പവർ സ്റ്റേഷനിൽ നിന്നും വരുന്നത് ഭയങ്കര പവറുള്ള ഇലക്ട്രിസിറ്റിയാണ്. അത് നേരിട്ട് നമ്മുടെ വീട്ടിലെ ബൾബിൽ കൊടുത്താൽ ബൾബ് അടിച്ചു പോകും. അപ്പം നമ്മൾ എന്തു ചെയ്യും? ഒരു ട്രാൻസ്ഫോമർ വെച്ച് അതിൻ്റെ പവർ കുറയ്ക്കും. അതുപോലെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ മനുഷ്യർക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു രൂപത്തിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നൊരു ജീവനുള്ള ട്രാൻസ്ഫോമറാണ് ഈ പ്രതിനിധി. ഇതുവരെ നമ്മൾ ഈ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു. എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മുടെ ഉറവിടം ഒരു വലിയ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനുഷ്യരാശിക്ക് എളുപ്പത്തിൽ വീണുപോകാൻ സാധ്യതയുള്ള ഒരു കെണി, ബഹുദൈവാരാധനയുടെ കെണി. എന്താണത് എന്ന് നോക്കാം. ഏറ്റവും അടിസ്ഥാനപരമായ നിയമം ഇതാണ്: സൃഷ്ടിയെ സ്രഷ്ടാവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പാത്രത്തെയും അതിനുള്ളിലെ ഉള്ളടക്കത്തെയും ഒന്നായി കാണരുത്. ഇതാണ് ഏകദൈവ വിശ്വാസത്തിന്റെ കാതൽ. ഈ നിയമം എപ്പോഴാണോ ലംഘിക്കപ്പെടുന്നത്, അപ്പോൾ അപകടം തുടങ്ങുകയായി. അങ്ങനെയെങ്കിൽ ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റെന്തായിരിക്കും? ഒരു നിമിഷമൊന്ന് ആലോചിച്ച് നോക്കൂ. പാത്രവും അതിലെ ഉള്ളടക്കവും തമ്മിലുള്ള വ്യത്യാസം അവർ മറന്നുപോയാൽ എന്ത് സംഭവിക്കും?
ഈ പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ഒന്നാമതായി ഒരു പ്രവാചകൻ വരുന്നു, ദൈവത്തിന്റെ സന്ദേശം നൽകുന്നു. അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ടാകും. ആ ബഹുമാനം കാണിക്കാൻ അവർ പ്രതിമകളോ ചിത്രങ്ങളോ ഉണ്ടാക്കുന്നു. പിന്നെ തലമുറകൾ കഴിയുന്തോറും ഈ ബഹുമാനം പതിയെ ആരാധനയായി മാറും. അവസാനം ആ സന്ദേശം കൊണ്ടുവന്ന മനുഷ്യനെ തന്നെ ആളുകൾ ദൈവമായി ആരാധിക്കാൻ തുടങ്ങും, പാത്രത്തെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഇതൊരു വെറും തിയറി മാത്രമല്ല, ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഉറവിടം പറയുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം. അവരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങിയത് ഈ കെണിയിൽ വീണതുകൊണ്ടാണ്. അതുപോലെ ഇന്ത്യയിൽ കൃഷ്ണനെ ആരാധിക്കുന്നതും മുഹമ്മദ് നബി തന്റെ കാലശേഷം ആളുകൾ അലിയെ ആരാധിക്കുമോ എന്ന് ഭയപ്പെട്ടതുമൊക്കെ ഇതേ അപകടത്തിന്റെ സൂചനകളായിട്ടാണ് ഉറവിടം കാണുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേന്ന്. പക്ഷെ അല്ല. ഉറവിടം പറയുന്നത് ഈ വെല്ലുവിളി, ഈ പരീക്ഷണം ഇന്നും തുടരുന്നു എന്നാണ്. ഓരോ തലമുറയ്ക്കും അവരവരുടേതായ ഒരു പരീക്ഷണമുണ്ട്. അതാണ് നമ്മൾ ഈ അവസാന ഭാഗത്ത് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഉറവിടം പറയുന്നത് ഇതാണ്: ഈ പരീക്ഷണം ചരിത്രത്തിൽ അവസാനിച്ചില്ല. ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്നവരുടെ ഏറ്റവും വലിയ പരീക്ഷണം അവരുടെ കാലത്തെ യഥാർത്ഥ ദൈവിക പ്രതിനിധിയെ അഥവാ ഇമാമിനെ തിരിച്ചറിയുക എന്നതാണ്. ഇത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. തങ്ങളുടെ കാലഘട്ടത്തിലെ ഇമാമിനെ അറിയാതെ മരിക്കുന്നവൻ അജ്ഞതയുടെ മരണമാണ് മരിക്കുന്നത്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ശരിയായ പ്രതിനിധിയെ തിരിച്ചറിയുന്നത് വെറുമൊരു അറിവല്ല, അത് ആത്മീയമായ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്നാണ് ഉറവിടം വാദിക്കുന്നത്. ആ തിരിച്ചറിവില്ലെങ്കിൽ ജീവിതം അജ്ഞതയിൽ അവസാനിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും നിറഞ്ഞ ഇന്നത്തെ ഈ ലോകത്ത് ഒരു യഥാർത്ഥ ദൈവിക ശബ്ദം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പഴയ കഥകളുടെയും ചരിത്രത്തിന്റെയും ഭാരമില്ലാതെ നമ്മുടെ കാലത്തെ ദൈവത്തിന്റെ പ്രതിനിധിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഇതൊരു ചിന്തിക്കേണ്ട ചോദ്യമാണ്.